ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരൻ നായകനെത്തുന്ന അദ്ദേഹത്തിന്റെ ഈ വർഷത്തിലെ അതോടൊപ്പം തന്നെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണല്ലോ ദി ഗോട്ട് ലൈഫ്. ബ്ലസ്സിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ആടുജീവിതം ഏപ്രിൽ 11 വിഷു റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ചിത്രത്തിന്റെ ആദ്യ 2 പോസ്റ്ററുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ 3ാമത്തെ പോസ്റ്ററിന്റെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ആടുജീവിതത്തിന്റെ 3ാമത്തെ ലുക്ക് നാളെ ജനുവരി 30 വൈകിട്ട് 5 മണിക്ക് പുറത്തുവരും. മോളിവുഡിന്റെ പാനന്തൻ സൂപ്പർ സ്റ്റാർ കൂടിയായ ദുൽഖർ സൽമാൻ ആയിരിക്കും ദി ഗോട്ട് ലൈഫിന്റെ 3ാമത്തെ ലുക്ക് പുറത്തുവിടുക. കാത്തിരിക്കാം ആ പോസ്റ്റർ കാണുവാനായിട്ട്. 2023 മോളിവുഡിലെ പാനന്തൻ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും ഒടുവിൽ പാനന്തൻ ദുരന്തമായ ദുൽഖർ സിനിമയാണല്ലോ കിങ് ഓഫ് കൊത്ത. തുടർന്ന് മോളിവുഡിൽ സിനിമകളൊന്നും തന്നെ മലയാളം സിനിമകൾ ചെയ്യാത്ത ദുൽഖർ സൽമാൻ ഇപ്പോഴതൊരു മലയാളം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാനായിട്ട് അതിലുപരി ആ സിനിമ പ്രഖ്യാപിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ ഫെബ്രുവരി 3 പുതിയ മലയാളം സിനിമയുടെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. ഈ വർഷം ഒരു മലയാളം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നും 2025 ആ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന അപ്ഡേറ്റ്. കാത്തിരിക്കാം ദുൽഖറിന്റെ മോളിവുഡ് തിരിച്ചുവരവിനായിട്ട്. ഇന്ത്യൻ സിനിമയുടെ മുഖം അഥവാ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ, മെഗാസ്റ്റാർ എന്നൊക്കെ വിശേഷണമുള്ള നമ്മുടെ മലയാളത്തിന്റെ ഒരു രാജാവാണല്ലോ മെഗാസ്റ്റാർ മമ്മൂക്ക. നേരത്തെ പറഞ്ഞ വിശേഷണങ്ങളോടൊപ്പം ഒരു പേര് കൂടിയുണ്ട്, പരീക്ഷണങ്ങളുടെ രാജാവ്. ഇപ്പോഴത്തെ അടുത്തൊരു പരീക്ഷണത്തിനായിട്ട് മമ്മൂക്ക ഒരുങ്ങുകയാണ്. അന്യഭാഷകളുടെ ഡി-ഏജിംഗ് ടെക്നോളജി പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ മലയാളത്തിൽ കൂടി ഇത് വരികയാണ്. അതും നമ്മുടെ മലയാളത്തിന്റെ ഒരു രാജാവിന്റെ സിനിമയിലൂടെ. ആറാട്ട് എന്ന ദുരന്ത സിനിമയ്ക്ക് ശേഷം, ക്രിസ്റ്റഫർ എന്ന വൻ ദുരന്ത സിനിമയ്ക്ക് ശേഷം ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ മമ്മൂക്ക നായകനെത്തുന്ന സിനിമയ്ക്ക് വേണ്ടി ഡി-ഏജിംഗ് ടെക്നോളജി അഥവാ AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ബി ഉണ്ണികൃഷ്ണൻ എന്നാണ് അടുത്ത കാലത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ട്രിപ്പിൾ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഭീഷ്മപർവം എന്ന സിനിമയ്ക്ക് ശേഷം ദേവദത്ത് ഷാജി തിരക്കഥ രചിക്കുന്ന സിനിമയിലായിരിക്കും മമ്മൂക്ക 30 വയസ്സുകാരനായിട്ട് എത്തുക. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ 70-ൽ നിന്ന് 30 വയസ്സുകാരനിലേക്ക് മമ്മൂക്ക എത്തുമ്പോൾ നമുക്ക് കാത്തിരിക്കാം ആ സിനിമ തിയേറ്ററുകളിൽ കാണുവാനായിട്ട്. കൂടുതൽ ഈ സിനിമയുടെ വാർത്തകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.